പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സെന്റ് ഡൊമിനിക് സ്കൂളിൽ SFI പ്രതിഷേധം. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. അധ്യാപകർക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സെന്റ് ഡൊമിനിക് സ്കൂളിനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാർക്ക് കുറഞ്ഞാൽ തൊട്ട് താഴെയുള്ള ക്ലാസ്സിൽ മാറിയിരിക്കണമെന്ന് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളെ സ്വന്തം കൈപ്പടയിൽ എഴുതിച്ചു. സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥി എഴുതി നൽകിയ കുറിപ്പ് 24 ലഭിച്ചു. മകളെ മാനസികമായി പീഡിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. എൻ്റെ കുഞ്ഞിനെ മാനസികമായിട്ട് പീഡിപ്പിച്ചില്ലാതാക്കിയവരെ നിയമത്തിന് മുമ്പ് കൊണ്ടുവന്നിട്ട് അവരെ ശിക്ഷിക്കണം. തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കണം. കാരണം എൻ്റെ കുഞ്ഞിനെ മാനസികമായി പീഡിപ്പിച്ചിട്ട് ഈ അവസ്ഥയ്ക്ക് ഞങ്ങൾ എത്തിച്ചതാണ്. അവൾ എത്രമാത്രം മാനസികമായിട്ട് സമ്മർദ്ദത്തിലായിരുന്നു. അതിന് ഇടവരുത്തിയവരെ എന്താണ് നാടിൻ്റെ നിയമം എന്നനുസരിച്ച് ആ നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവന്നിട്ട് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ അവളെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കിയവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ശ്രീകുമാരൻ പാലക്കാട് എന്ന വിശദാംശങ്ങളുമായി ചേർന്നു. ശ്രീജിത്ത്, ജീവിതം ഏറെ ബാക്കിയുള്ളപ്പോഴാണ് ആശീർ നന്ദയുടെ ആത്മഹത്യ സംഭവിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധത്തിന്റെ സ്വഭാവം അതെങ്ങനെയാണ്? കേസിന്റെ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിരിക്കുന്നത് മനസ്സിലാക്കുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് മാർക്ക് കുറഞ്ഞാൽ തൊട്ട് താഴെയുള്ള, അതായത് 9ാം ക്ലാസ്സുകാരെ 8ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തുമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ശിക്ഷണ നടപടിയാണ്. ഒരു ഘട്ടത്തിലും നമുക്ക് ലോജിക്കലി ചിന്തിക്കാൻ പോലും പറ്റാത്ത ശിക്ഷണ നടപടി. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ വരുന്നുണ്ടോ? ഇത്തരത്തിലൊരു പ്രാകൃത ശിക്ഷണ നടപടി അവിടെ ഉള്ളതായി മറ്റു വിദ്യാർത്ഥികളിൽ നിന്നടക്കം പോലീസ് മൊഴിയടക്കം ശേഖരിക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? ആദ്യം പ്രതിഷേധത്തിന്റെ സ്വഭാവം അതെങ്ങനെയുണ്ട് ശ്രീജിത്ത്? സുഹൈല, ഇപ്പോൾ SFI പ്രവർത്തകർ ഇവിടെ വലിയൊരു പ്രതിഷേധം കുറച്ചു മുൻപ് സംഘടിപ്പിച്ചു. അതിനുശേഷം അവർ ഈ ഹാളിൽ തള്ളിക്കയറി. വലിയ സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഹാളിലേക്ക് തള്ളിക്കയറി ഇവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. ശേഷം SFIയുടെ നേതാക്കൾ ഈ പ്രദേശത്തേക്ക് എത്തി. അവർ രക്ഷിതാക്കൾ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കുറച്ചധികം നേരം അവർ സംസാരിച്ചപ്പോൾ രക്ഷിതാക്കൾ അവരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. കാരണം തങ്ങൾക്ക് മാനേജ്മെന്റിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം SFIക്കാർ സംസാരിക്കട്ടെ എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു. SFIക്കാർ താൽക്കാലികമായി അപ്പുറത്തെ മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ നിൽക്കുന്നത് മുഴുവൻ, ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ്. അവരാണ് കൃത്യമായ രീതിയിൽ ഒരു മീറ്റിംഗ് ചേരാൻ വേണ്ടി വന്നിരിക്കുന്നത്. ആശീർ നന്ദയുടെ ഒരു ഗതി ഇനി മറ്റൊരു വിദ്യാർത്ഥിക്കും ഉണ്ടാകരുത് എന്ന നിലപാടാണ് SFI പ്രവർത്തകർ കുറച്ച് നേരത്തെ പറഞ്ഞത്. അവരുടെ പക്കലും ഒരു 5 or 6 ഇനം ആവശ്യങ്ങളുണ്ട്. അവരത് അവരുടെ മുൻപിൽ പറയും. ഈ ചേച്ചി കഴിഞ്ഞ ദിവസവും നമ്മളോട് രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ചേച്ചി മകളെ കൊണ്ട് കാല് പിടിപ്പിച്ചു. ആരെ കൊണ്ടാണ് കാല് പിടിപ്പിച്ചു എന്ന് പറഞ്ഞു? എന്റെ ഇളയ കുട്ടിയെ കൊണ്ടാണ് കാല് പിടിപ്പിച്ചത്. എന്ത് പറഞ്ഞ? ആരുടെ കാല പിടിപ്പിച്ചു? 5 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. 2 സിസ്റ്റർമാരും 3 ടീച്ചേഴ്സും. അവര് ആദ്യത്തെ ടീച്ചറിന്റെ കാല് പിടിക്കാൻ പറഞ്ഞു. മുട്ടുകുത്തി കാല് പിടിച്ചു. മുട്ടുകുത്തി കാല് പിടിച്ചു ക്ഷമ പറഞ്ഞു. ഉടനെ അടുത്ത ടീച്ചറിന്റെ കാല് പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു അത് പാടില്ല സിസ്റ്ററെ, അവള് കുഞ്ഞു കുട്ടിയാണ്, അവള് ചെറിയ കുഞ്ഞാണ്, നമ്മൾ ചെയ്യിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ചെയ്തേ. എന്നിട്ട് കൊച്ചിനെ അടിച്ചു. പോലീസ് പേടിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് ക്രിമിനൽ കുറ്റം ഒന്നും ചെയ്യത്തില്ലല്ലോ. ഭീഷണിപ്പെടുത്താനുള്ളതാണോ കുട്ടികൾ? ഈ 4 വയസ്സായ കുട്ടികളെ മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ രക്ഷിതാക്കൾ നിരവധി തവണ പറയുന്നുണ്ട്. കുട്ടിയെ കൊണ്ട് കാല് പിടിപ്പിച്ചു എന്നാണ് പറയുന്നത്. അല്പസമയം മുമ്പ് ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പുറത്തുണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞത് ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞാൽ ബെഞ്ചിലിരിക്കാൻ അനുവദിക്കില്ല, ഇരുത്തും, അതിനുശേഷം കാലുകൊണ്ട് ചവിട്ടാറുണ്ട് ഒരു ടീച്ചർ എന്നാണ് പറയുന്നത്. അങ്ങനെ അത്തരത്തിൽ പൂർണ്ണമായ രീതിയിലുള്ള ഏതോ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാനമായ രീതിയിലാണ് ഇവിടെ അധ്യയനം നടക്കുന്നത് എന്നൊരു ആക്ഷേപമാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉന്നയിക്കുന്നത്. പക്ഷേ മാനേജ്മെന്റ് ഇത് പൂർണ്ണമായി തള്ളിക്കളയുന്നുണ്ട്. അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ മാനേജ്മെന്റിന്റെ വാദം പൂർണ്ണമായി പൊളിക്കുന്ന തരത്തിലാണ്. ഇന്ന് 24 തന്നെ രാവിലെ ഇത്തരത്തിൽ 8ാം ക്ലാസ്സിൽ തങ്ങൾ പോയി ഇരുന്നു കൊള്ളാം എന്ന് ഒരു വിദ്യാർത്ഥി സ്വന്തം കൈപ്പടയിൽ ഏറ്റവും ക്രൂരമായ ശിക്ഷണ നടപടികൾ ആ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മാതാപിതാക്കളടക്കം പറയുന്നത്. ഇത് സംബന്ധിച്ച് മറ്റേതെങ്കിലും വിദ്യാർത്ഥികളുടെ പരാതികൾ സ്കൂളിനെതിരെ പോലീസിലോ സ്കൂളിലെ തന്നെ അധ്യാപകർക്കിടയിലോ ഉണ്ടായിരുന്നോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളുള്ളതായി നമുക്ക് വിവരമുണ്ടോ? ഇതിലെ പോലീസ് നടപടി അതെങ്ങനെയാണ്? അസ്വാഭാവിക മരണത്തിന് മാത്രം കേസെടുത്ത പോലീസ് സ്കൂളിനെ പ്രതി ചേർക്കുന്നുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരം നമുക്ക് ലഭിക്കുന്നുണ്ടോ?
രണ്ടാമത് പറഞ്ഞ കാര്യം സുഹൈല, ഞാൻ അല്പസമയം മുൻപ് നാട്ടുകൽ CI ഹബീബുള്ളയുമായി സംസാരിച്ചിരുന്നു. തൊട്ട് മുൻവശത്ത് അദ്ദേഹം ഉണ്ട്, ഇവിടെ അദ്ദേഹം ഉണ്ട്. സ്വാഭാവികമായി അദ്ദേഹവുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് സ്കൂളിന്റെ പേര് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ലെറ്റർ വിദ്യാർത്ഥി എഴുതിയെന്ന് പറയപ്പെടുന്ന ഈ ലെറ്റർ, അങ്ങനെ ഒരു ലെറ്റർ ഇല്ല എന്നായിരുന്നു ഈ മാനേജ്മെന്റിന്റെ വാദം ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുന്നു. ആ ലെറ്റർ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നാട്ടുകൽ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അവരുടെ പക്കൽ കൃത്യമായ രീതിയിൽ ആത്മഹത്യക്ക് കാരണമായ തെളിവ്, വിദ്യാർത്ഥി എഴുതിയ സ്വന്തം കൈപ്പടയിൽ ആശിർ നന്ദ എഴുതിയ ആ തെളിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, മറ്റ് ആരുടെയെങ്കിലും പരാതി ഉണ്ടായിരുന്നോ എന്ന ചോദ്യം. മറ്റ് പരാതികൾ ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് പല പരാതികൾ ഉയർന്നു വന്നു. അത് ഇന്റേണൽ ആയ പരാതിയാണ്. അങ്ങനെയുള്ള കുട്ടികൾ പൂർണ്ണമായി ഇവിടുന്ന് മാറിപ്പോകുന്നൊരു സാഹചര്യം, അല്ലാത്ത കുട്ടികളുടെയും രക്ഷിതാക്കളെയും പിന്നെയും പലതും പറഞ്ഞ് ഇവിടെ തന്നെ പിടിച്ചിരുത്തുന്ന ഒരു സാഹചര്യം ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അടി കിട്ടിയാലും തല്ല് കിട്ടിയാലും ഒന്നും കുട്ടികൾ കാര്യമായ രീതിയിൽ വീട്ടിൽ പോയി പറയാറില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രാകൃതമായ രീതിയിലുള്ള ശിക്ഷാ നടപടികളെ കുറിച്ചൊന്നും വീട്ടിൽ പോയി പറയാറില്ല. അതാണ് പ്രധാനമായും രക്ഷിതാക്കളെയും കുഴയ്ക്കുന്നത്. അവരിങ്ങനെ മനസ്സിന്റെ ഉള്ളിലിട്ട്, ഇത് ആശിർ നന്ദയ്ക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്നാണ് ഈ രക്ഷിതാക്കൾ എല്ലാവരും പറയുന്നത്, മനസ്സിനുള്ളിലിട്ട് നീറുകയാണ്. ഞാൻ അല്പസമയം മുൻപ് വെള്ളിനഴിയിലെ മറ്റൊരു കുട്ടി മരിച്ചു, നേരത്തെ തൂങ്ങി മരിച്ച 2 വർഷം മുമ്പ് തൂങ്ങി മരിച്ച ആ കുട്ടിയുടെ രക്ഷിതാക്കളുമായി സംസാരിച്ചിരുന്നു. അവർക്ക് പുറത്തു പറയാൻ കഴിയില്ല, പക്ഷേ ആ കുട്ടി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ മ്ലാനമായിട്ടിരിക്കുന്നു എന്ന തരത്തിലൊക്കെ അദ്ദേഹവും പറയുന്നുണ്ട്. അവർ ഓൺ ക്യാമറ ബൈറ്റായി അവർ നൽകിയില്ലെങ്കിലും അവർക്കും വലിയ മാനസിക വിഷമമുണ്ട്. പക്ഷേ അത് ഇവിടുത്തെ കാരണം തന്നെയാണോ എന്ന തരത്തിൽ സ്ഥിരീകരിക്കാൻ തക്ക രീതിയിൽ ഒരു ആത്മഹത്യാക്കുറിപ്പോ അങ്ങനെ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇത് പക്ഷേ ഈ കുട്ടി കൃത്യമായ രീതിയിൽ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾ മറ്റുള്ള ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശക്തമായ നിയമ നടപടി ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്പസമയം മുൻപ് DDE ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തി. ഇത് കൂടാതെ വനിതാ ശിശുക്ഷേമ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി പരിശോധന, ഒരു തെളിവെടുപ്പ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും 24 ഇന്നലെ ഈ വാർത്ത നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് SFIയുടെ ഒരു പ്രതിഷേധം നടന്നത്. ഇന്ന് വീണ്ടും കൂടുതൽ SFIക്കാർ സംഘടിച്ചെത്തി. അവർക്ക് ബാരിക്കേഡുകളൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല, അവരിങ്ങോട്ട് തള്ളിക്കയറി അകത്തേക്ക് കയറുന്നു. ഇപ്പോൾ SFIയുടെ ജില്ലാ സെക്രട്ടറി ബിബിന്റെ നേതൃത്വത്തിലുള്ള സംഘം അപ്പുറത്ത് തന്നെയുണ്ട്. അവരും ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടുന്ന് മടങ്ങുള്ളൂ എന്ന് പറയുന്നു. വിദ്യാർത്ഥിക്ക് നീതി വേണം, ആശിർ നന്ദയ്ക്ക് നീതി വേണം, ഒരു ഇന്റേണൽ കമ്മിറ്റി സ്കൂളിനുള്ളിൽ ഉണ്ടാകണമെന്ന ആവശ്യമൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മാനേജ്മെന്റുമായുള്ള യോഗം ആരംഭിക്കും. അതിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രതിനിധികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും യോഗത്തിന്റെ വഴിക്ക് നടക്കട്ടെ, കേസിന്റെ വഴി കൂടി നടക്കണം. പരാതിയുള്ളവർക്ക് വേണമെങ്കിൽ സ്കൂൾ മാറാം, എന്നാലും സ്കൂളിന് മാറാൻ ഉദ്ദേശമില്ലെന്ന ധാർഷ്ട്യമാണ് ആ വിദ്യാലയത്തിനുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ആദ്യത്തേത് തന്നെയാണോ ആശിർ നന്ദ? മുമ്പും സമാനമായ രീതിയിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് സമാനമായ രീതിയിൽ തന്നെ മാനസിക പീഡനം അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ടോ എന്നടക്കം വിശദമായ അന്വേഷണം സ്കൂളിന്റെ കാര്യത്തിൽ ഉണ്ടാകണം. ആശിർ നന്ദയ്ക്ക് നീതി ഉണ്ടാകണം.